യുഡിഎഫ് പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എംഎൽഎ മനോജ് മൂത്തേന്റെ നന്ദി പര്യടനം നടത്തി. വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎ മനോജ് മൂത്തേന്റെ നന്ദി പര്യടനത്തിന് പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡിന് സമീപത്ത് തുടക്കം കുറിച്ചു. മുൻ എംഎൽഎ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് 10 വർഷങ്ങൾക്ക് ശേഷം ഒരു ഗവൺമെന്റിനെ, ഒരു ജനകീയ ഗവൺമെന്റിനെ ജനങ്ങൾ വിജയിപ്പിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ 102 സീറ്റുകൾ വാങ്ങി UDF അധികാരത്തിൽ വന്നിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ആ കാര്യങ്ങളാണ് ഇവിടെ VP നൗഷാദും കാദറുള്ളയും അതോടൊപ്പം തന്നെ രാമകൃഷ്ണനും ഒക്കെ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. എല്ലാ മേഖലകളിലും നാട് തകർന്നിരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. 5 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയാണ് 10 വർഷം കൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് നമ്മുടെ തലയ്ക്ക് മീതെ വച്ചു തന്നത്. അതിൽ മോചനം ആഗ്രഹിച്ച ജനങ്ങൾ ഈ ഇലക്ഷന് നമ്മെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ടുകൾ ചെയ്തു. നമുക്കറിയാം, നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ മനോജ് മൂത്തേടന് 28,000-ത്തിലധികം വലിയ ചരിത്ര ലീഡാണ് പെരുമ്പാവൂരിൽ സമ്മാനിച്ചത്. മണ്ഡലം കൺവീനർ CK രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. UDF മണ്ഡലം ചെയർമാൻ ഖാദർ പിള്ള അധ്യക്ഷത വഹിച്ചു. TH സബീദ്, JK റെജി, VP നൗഷാദ്, വാർഡ് കൗൺസിലർ മേഴ്സി ജോൺസൺ, ബൂത്ത് പ്രസിഡന്റ് രഘു എന്നിവർ സംസാരിച്ചു. വൻ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിപ്പിച്ച എല്ലാവരോടും MLA മനോജ് മൂത്തേടൻ നന്ദി രേഖപ്പെടുത്തി. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കാൻ കഴിയുന്നത്. അതിൽ നാട്ടിലെ മുഴുവൻ UDF-ന്റെയും അതുപോലെ മറ്റ് സാധാരണക്കാരുടെ ആളുകളുമെല്ലാം നടത്തിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് പെരുമ്പാവൂരിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യത്തിലേക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് വലിയ വിജയമാണ് ഉണ്ടായത്. 28,485 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം സമ്മാനിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയാണ് ഈ നാട് കേരളീയനായിട്ടുള്ള എനിക്ക് പെരുമ്പാവൂരിന്റെ MLA ആകാൻ അവസരം നൽകിയത്. ഇവിടെ ബഹുമാനായ എൽദോസ് കുന്നപ്പള്ളിയോടും അദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലം നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു, പൂർത്തിയാക്കുകയും നിരവധി വികസന പ്രവർത്തനം തുടങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തുടങ്ങി വെച്ച ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ പൂർത്തീകരിക്കാനും മറ്റ് പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കാനും ഒക്കെ ഉത്തരവാദിത്തമാണ് നമ്മളെല്ലാം കൂടി ഏറ്റെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.